നബി തങ്ങളുടെ ചര്യ നാം പഠിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യയും അവിടുത്തെ മഹത്വവും നമ്മൾ പഠിക്കണം. അവിടുത്തെ മദ്ഹ് പറയുന്നവരാണ് ലോകത്ത് മുഴുവനും. കഴിഞ്ഞുപോയ ഔലിയാക്കളെല്ലാം മദ്ഹ് പറയുന്നവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹും അവിടുത്തെ ചരിത്രവും അവിടുത്തെ പ്രശംസയും പറയാൻ അല്ലാഹു തആല നമ്മളോട് കൽപ്പിച്ചു. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബിയ്യി. അല്ലാഹു തആലയും അവന്റെ മലക്കുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പറയുന്നു, നബി തങ്ങളെ പ്രശംസിക്കുന്നു, നബി തങ്ങളെ പ്രകീർത്തിക്കുന്നു. യാ അയ്യുഹല്ലദീന ആമനൂ, ആകയാൽ മുഅ്മിനീങ്ങളെ, സ്വല്ലു അലൈഹി, നിങ്ങളും നബി തങ്ങളെ പ്രകീർത്തിക്കണം, നബി തങ്ങളെ പ്രശംസിക്കണം എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളോട് പഠിപ്പിക്കുകയാണ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ മദ്ഹ് പറയുക, മൗലിദ് പാരായണം എന്ന് പറയുന്നത് അതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യകൾ നാം മനസ്സിലാക്കുക. അവിടുത്തെ ഓരോ അനക്കത്തിലും അടക്കത്തിലും നമുക്ക് മാതൃകയുണ്ട്. അവിടുത്തെ സ്വഭാവത്തിൽ നമുക്ക് മാതൃകയുണ്ട്. മഹ്ദിയായ ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിക്കപ്പെട്ടു, കൈഫ കാന ഖുലുഖു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഭാവം എങ്ങനെയായിരുന്നു എന്ന് ചോദിക്കപ്പെട്ടപ്പോൾ അവിടുന്ന് മറുപടി പറഞ്ഞത് കാന ഖുലുഖുഹു അൽ ഖുർആൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവം പരിശുദ്ധ ഖുർആനായിരുന്നു എന്നാണ്. അങ്ങനെ ഖുർആനിൽ ഏതൊരു സൽസ്വഭാവം പഠിപ്പിച്ചിട്ടുണ്ടോ അത് മുഴുവനും അല്ലാഹുവിന്റെ ഹബീബിനുണ്ട്. വ ഇന്നക ലഅലാ ഖുലുഖിൻ അളീം. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി തങ്ങളോട് പറയുന്നത് ലഅലാ ഖുലുഖിൻ അളീം. ലോകത്ത് ആർക്കെല്ലാം സൽസ്വഭാവമുണ്ടോ ആ സൽസ്വഭാവങ്ങളെ മുഴുവനും ഒരുമിച്ച് കൂട്ടി അതിന്റെ നബിയെ തങ്ങൾ ഒരുമിച്ച് കൂട്ടിയിട്ടുള്ള വ്യക്തിയാണെന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. അങ്ങനത്തെ സൽസ്വഭാവം എത്ര നല്ല സൽസ്വഭാവമാണ്. ആ സൽസ്വഭാവം കൊണ്ടല്ലേ ഇസ്ലാമിലേക്ക് ആളുകൾ കടന്നു വന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, ഭീകരത കൊണ്ടല്ല ഇസ്ലാം ഇവിടെ പ്രചരിച്ചത്. പണം കൊടുത്ത് ഇസ്ലാമിലേക്ക് ആളുകളെ ചേർത്തിയിട്ടില്ല. ഭീകരതയിലൂടെ ഇസ്ലാമിലേക്കാരും കടന്നു വന്നിട്ടില്ല. തീവ്രവാദത്തിലൂടെ ഇസ്ലാമിലേക്കാരെയും ആളെ ചേർത്തിയിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അതിമനോഹരമായ സ്വഭാവം, ആ സ്വഭാവത്തിന്റെ പേരിലാണ്. നിങ്ങൾ നോക്കൂ, ഒരു ചെറിയ ഒരു ഉദാഹരണം ഞാൻ നിങ്ങൾക്ക് കേൾപ്പിക്കാം. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ഒരു മനുഷ്യൻ കടന്നു വരുന്നു. വന്ന ഉടനെ തന്നെ അദ്ദേഹം പറയുന്നു, മുഹമ്മദേ, എനിക്ക് ഇസ്ലാം മതം സ്വീകരിക്കണമെന്നുണ്ട്. ഞാൻ മുസ്ലിമാവാം, പക്ഷേ എനിക്ക് ഒരൊറ്റ കാര്യത്തിൽ വിടുതി തരണം. എന്താണ്? ഞാൻ കള്ളുകുടിയനാണ്, വ്യഭിചാരിയാണ്, കളവ് നടത്തുന്നവനാണ്, എല്ലാ തെറ്റും ചെയ്യുന്ന ആളാണ്. എല്ലാം ഞാൻ ഒഴിവാക്കും. ഒറ്റ വിഷയം, വ്യഭിചാരം, അത് ഞാൻ ഒഴിവാക്കൂല. അതിന് എനിക്ക് സമ്മതം തരണം. വ്യഭിചാരം ഞാൻ ഒഴിവാക്കൂല, ബാക്കി കള്ളുകുടിയും ചൂതാട്ടവും കളവും എല്ലാം ഞാൻ ഒഴിവാക്കാം. ഞാൻ നിസ്കരിക്കുകയും ചെയ്യാം, നോമ്പും നോക്കാം, ഒക്കെ ചെയ്യാം. ഈ സമ്മതം തരികയാണെങ്കിൽ ഞാൻ ഇസ്ലാമിലേക്ക് വരാന്ന് പറഞ്ഞു. എന്താണ് ഇപ്പൊ മറുപടി? പിന്നെ അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറയാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. എന്നാൽ പിന്നെ നീ പോണ വഴിക്ക് പോടാ, നിന്നെ മാതിരി ആളെ ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന് പറയാനോ? അതും പറ്റില്ല. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മനുഷ്യനെ അവിടെ ഇരുത്തിയിട്ട് ചോദിച്ചു, നിന്റെ പേര് എന്താണ്? നിന്റെ പിതാവിന്റെ പേര് എന്ത്? മാതാവിന്റെ പേരെന്ത്? ഒക്കെ ഇങ്ങനെ ചോദിച്ചു. നിനക്ക് ഉമ്മയുണ്ടോ? ആ ഉണ്ട്. നിനക്ക് സഹോദരിയുണ്ടോ? ഉണ്ട്. നിനക്ക് ഭാര്യയുണ്ടോ? ഉണ്ട്. അല്ലാ. അപ്പൊ മെല്ലെ അവനോട് ചോദിക്കുന്നു, നീ വീട്ടിലേക്ക് കയറി അങ്ങോട്ട് ചെല്ലുമ്പോൾ നിന്റെ ഉമ്മയെ
ഒരാൾ വ്യഭിചരിക്കുന്നത് കണ്ടാൽ നീ എന്ത് ചെയ്യും? ഇവൻ പറഞ്ഞു, നബിയെ, ഞാൻ അവനെ വെട്ടിക്കൊന്ന് നുറുക്കി കഷ്ണാക്കി കളയും. എന്റെ ഉമ്മനെ വ്യഭിചരിക്കുന്നത് കണ്ടാലോ? ഓ, നീ കയറി ചെല്ലുമ്പോൾ എന്റെ ഭാര്യനെ ഒരാൾ വ്യഭിചരിക്കുന്നത് കണ്ടാലോ? അപ്പോഴും പറയുന്നു, ഞാൻ അവനെ കൊന്നു കളയും, ഞാൻ വിടില്ല. നിന്റെ മകളെയും സഹോദരിയെയും വ്യഭിചരിക്കുന്നത് കണ്ടാലോ? അപ്പോഴും ഇവൻ പറയുന്നു, ഞാൻ അവനെ വിടൂല, അവനെ കൊന്നു കളയും. ഓ, അതെന്താ? അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുക, അതെന്താ അങ്ങനെ? അത് എന്റെ ഭാര്യനെയും എന്റെ ഉമ്മനെയും എന്റെ സഹോദരിയെയും എന്റെ മകളെയും ഈ നീചമായ പ്രവൃത്തി ചെയ്യാൻ ഞാൻ വിട്ടുകൊടുക്കില്ല. അല്ലാഹുവിന്റെ ഹബീബ് ഈ വ്യഭിചാരം നീചമാണെന്ന് അവനെ കൊണ്ട് തന്നെ സമ്മതിപ്പിക്കുകയും അതിനുശേഷം അവനോട് ചോദിക്കുന്നു, നീ ഒരു പെണ്ണിനെ വ്യഭിചരിക്കുന്നുവെങ്കിൽ ആ പെണ്ണ് ഏതെങ്കിലും ഒരാളുടെ ഉമ്മയോ സഹോദരിയോ അല്ലെങ്കിൽ ഭാര്യയോ ആയിരിക്കും, മകളോ ആയിരിക്കുമല്ലോ. അപ്പോൾ നീയും കൊല്ലപ്പെടാൻ അർഹതയുള്ളവനായില്ലേ? അങ്ങനത്തെ പ്രവൃത്തിയാണോ നീ ചെയ്യുന്നത്? അതിനാണോ നീ സമ്മതം ചോദിക്കുന്നത്? എന്നങ്ങ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തപ്പോൾ ഒരൊറ്റ വാക്കും പറയാതെ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, ഷഹാദത്ത് കലിമ ചൊല്ലിക്കൊണ്ട് ഇസ്ലാം മതം സ്വീകരിക്കുകയാണ്. എനിക്ക് ഒരു ഉപാധിയുമില്ല നബിയെ, ഞാൻ എല്ലാം വിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധ ഇസ്ലാമിലേക്ക് വരുന്നു. എന്തൊരു സ്വഭാവം, എന്തൊരു ഹിക്മത്ത്! ഉദ്ഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മത്തി, ഹിക്മത്ത് കൊണ്ട് നീക്ക് ആളുകളെ ക്ഷണിക്കണം എന്ന് പറഞ്ഞ ഹിക്മത്താണിത്. ഹിക്മത്ത് കൊണ്ട് ക്ഷണിക്കണം. ICF-ന്റെ പ്രവർത്തകന്മാർ, RSCയുടെ പ്രവർത്തകന്മാർ, ഇവിടുത്തെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാർ അൽഹംദുലില്ലാഹ് വളരെ ഹിക്മത്ത് കൊണ്ട് നമ്മൾ പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ